ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത T20ക്ക് വേണ്ടിയാണ്. 2 T20 ഇന്ത്യ ജയിച്ചു കഴിഞ്ഞു. 2-1 ഇന്ത്യ പരമ്പരയിൽ മുന്നിലാണ്. അതുകൊണ്ട് അടുത്ത T20 ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. 5 T20 ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. പുതിയ താരം സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം T20യെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് സഞ്ജുവും അഭിഷേകുമാണ്. ഇതിലൊരിക്കലും മാറ്റം വരാൻ സാധ്യതയില്ല. അതുപോലെ 3-ാം നമ്പർ തിലക് വർമ്മയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. സൂര്യകുമാർ 4-ാം നമ്പറിലായിരിക്കും കളിക്കാൻ പോകുന്നത്. നിലവിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അത്ര ഫോമിലല്ല. എല്ലാവരും ഫ്ലോപ്പ് ആവുകയാണ്. ആദ്യ T20യിൽ അഭിഷേകും 2ാമത്തെ T20യിൽ തിലക് വർമ്മ മാത്രമാണ് ഒന്ന് കളിച്ചത്. സൂര്യ അടക്കം എല്ലാവരും ഫ്ലോപ്പായി. അതുകൊണ്ട് ഇന്ത്യ ബാറ്റിംഗിൽ കുറച്ചും കൂടി ശക്തി പ്രാപിക്കണം. ഇപ്പോഴത്തെ ഇന്ത്യ ബൗളിംഗിൽ ശക്തി പകരാൻ പുതിയൊരു താരത്തെ ഇറക്കിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, മുഹമ്മദ് ഷമിയാണ്. 3ാമത്തെ T20യിൽ ഷമി കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഷമി വന്നാൽ പിന്നെ ഇന്ത്യക്ക് ബൗളിംഗിൽ പേടിക്കാനില്ല. 2ാം T20യിൽ ഇന്ത്യ ഭാഗ്യത്തിനാണ് കളി ജയിച്ചത്. തിലക് വർമ്മ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോറ്റേനെ. അതുകൊണ്ട് ഇംഗ്ലണ്ടിനെ ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല. അവരും മികച്ച ടീമാണ്. 3ാമത്തെ T20 ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നിർണായകമാണ്. തോറ്റാൽ പരമ്പര പോകും. അതുകൊണ്ട് അവർ എന്ത് വില കൊടുത്തും ജയിക്കാൻ നോക്കും. അതുകൊണ്ട് വാശിയേറിയ മത്സരമായിരിക്കും 3ാമത്തെ T20യിൽ. ജനുവരി 28-നാണ് മാച്ച്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. സഞ്ജു, അഭിഷേക്, സൂര്യ, തിലക്, ശിവൻ ദുബെ, ധ്രുവ് ജുറൽ, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ, ഷമി, അർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ബാറ്റിംഗിൽ ഒരുപാട് താരങ്ങൾ ഇന്ത്യക്കുണ്ട്. 8ാം വരെ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറൗണ്ടേഴ്സായിട്ട് വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ ടീമിലുണ്ട്. ഹാർദിക് പാണ്ഡ്യ കളിച്ചേക്കില്ല. അപ്പോൾ നമുക്ക് 3ാമത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.